ഒക്കെ കുറേ നാളായി വന്നിട്ട് കുറേ തിരക്കും കാര്യങ്ങളെല്ലാമായി. ആ തിരക്കൊന്നും പറഞ്ഞിട്ട് വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ടെക് കണ്ടൻറ്റ് വരും മാസങ്ങളിൽ ഞാൻ ബൂസ്റ്റാക്കും. ഈ മാസം കുറേ തിരക്ക് കാര്യങ്ങളിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാണ്ടായിപ്പോയത്. അപ്പോൾ ഇന്ന് വന്നതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പുതിയൊരു ബ്രൗസർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞ് കഴിഞ്ഞായിരിക്കും, അതിൻ്റെ ബഹളമെല്ലാം കഴിഞ്ഞായിരിക്കും. ബട്ട് എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതാക്കിയിട്ട് പോട്. നല്ലൊരു ബ്രൗസറാണ്, നല്ലൊരു ഫുൾ കംപ്ലീറ്റ്ലി HNDK സപ്പോർട്ട് ചെയ്ത ബ്രൗസറാണ്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. നമ്മളെ പെർപ്ലെക്സിറ്റീൻ്റെ കോമറ്റ് ബ്രൗസർ ഓൾമോസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളായി. ഏകദേശം എനിക്കൊന്ന് 2 months ആയി തോന്നുന്നല്ലേ, 2 months ആയി, 2 months ആയി തോന്നുന്നു. ഞാൻ പറഞ്ഞ തെറ്റങ്ങാറ്റം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. സോ നമുക്ക് കോമറ്റിലേക്ക് കിടക്കാം. കോമറ്റ് ഇൻ റിയൽ ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അടിപൊളി ബ്രൗസറാണ്. നല്ല HNDK എല്ലാം സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പം എഡ്ജ് അത്രയും നല്ലോണം അവർ ഈ പരിപാടിയെല്ലാം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാലും HNDK കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ക്രോമും HNDK ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് കോമറ്റിലേക്ക് വരുന്ന സമയം HNDK എല്ലാം പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മളിപ്പോൾ ഈ ക്രോമും മൈക്രോസോഫ്റ്റും ഇതെല്ലാം കമ്പാരിറ്റീവ്ലി നമ്മൾ ബ്രൗസറിൻ്റെ ഇതെടുത്ത് നോക്കുന്ന സമയം ഈ കോമറ്റ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അറിയാം. ആക്റ്റീവ് ബ്രൗസിങ് എക്സ്പീരിയൻസിലാണ് ഇതെന്ത് ചെയ്യുക, റീഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇപ്പം നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നത്, ആ ടോപ്പിക്ക് ആക്റ്റീവ് ബ്രൗസിങ് എക്സ്പീരിയൻസിലാണ് അത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രോമിലെല്ലാം കൊടുത്തിരുന്ന പാസീവ് ബ്രൗസിങ് എക്സ്പീരിയൻസിലാണ് ക്രോമും എഡ്ജെല്ലാം ഇതാപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായേ. അതായത് നിങ്ങളിതിപ്പോൾ സെർച്ച് ചെയ്താൽ കൊടുക്കുന്ന കാര്യത്തിൽ മൈക്രോസോഫ്റ്റിലെ എഡ്ജ് ആയാലും ക്രോം ആയാലും കുറേ വെബ്സൈറ്റിന് തപ്പി നമുക്കിങ്ങനെ ഒരു ഇതെടുത്ത് അത് കുറേ വെബ്സൈറ്റിൽ ഇങ്ങനെ കാണിച്ചു തരും, ഇന്ന ടോപ്പിക് റീഡ് നമുക്കൊരു പരതി എടുക്കണം. ബട്ട് കോമറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അത് ആക്റ്റീവ് ബ്രൗസിങ് എക്സ്പീരിയൻസും കൂടി HNDK സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ടോപ്പിക്കാണോ ഉദ്ദേശിച്ച ആ ടോപ്പിക്കിൻ്റെ കറക്റ്റ് കീ പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഒട്ടനടി അതെടുത്ത് തരും. പിന്നെ ക്രോമിനെയും എഡ്ജിനെയും വെച്ച് നോക്കുന്നതെങ്കിൽ അതിൽ കുറച്ചും കൂടി ബെറ്റർ എഡ്ജാണ്. അത് എഡ്ജ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രോപ്പറായിട്ട് മനസ്സിലാവും. എഡ്ജ് കുറച്ചും കൂടി ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് കോമറ്റ് കുറച്ചും കൂടി സെറ്റാണ്. സോ നമുക്കിനി കോമറ്റിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്തെല്ലാമെന്നുള്ളത് നമുക്കൊന്ന് വിശേഷം നോക്കാം. സോ കോമറ്റ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോഴേ, നമ്മളിപ്പോൾ കോമറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തിട്ട് എങ്ങനെ പിടിച്ച് ക്ലോസ് ചെയ്താലും, നമ്മൾ ടാബ് ക്ലോസ് ചെയ്യാണ്ട് വെച്ചതാണെങ്കിൽ ആ സാധനം നിങ്ങൾ എത്ര തോളം ഇത് ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുമ്പോൾ ആ ടാബ് തന്നെ ഓപ്പൺ ആവും. ഞാൻ അത് പറയാൻ വിട്ടുപോയി. അതാണ് ഫസ്റ്റ് ഈ ടാബ് ഓപ്പൺ ആയിട്ട് വന്നത്. ഞാൻ അവസാനം സെർച്ച് ചെയ്തിട്ട് വെച്ചതേന്. അപ്പോൾ ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കുന്നതെങ്കിൽ അസിസ്റ്റൻറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഈ അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കൊടുക്കുന്ന നിങ്ങൾക്കിപ്പോൾ ഒരു ജിമെയിൽ ഇപ്പം വന്ന് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു ജിമെയിൽ വന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ പ്രോപ്പറായിട്ട് ആ സാധനം ജിമെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവനോട് പറഞ്ഞാൽ മതി. ആ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഇവനോടൊന്ന് പറഞ്ഞാൽ ഇവൻ അതിനനുസരിച്ച് ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു പ്രോപ്പർ, ഞാൻ പറഞ്ഞില്ല ഇതിന് ഒരു HNDK. ഞാൻ ഇപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായ? ഞാനിവിടെ ഇപ്പോൾ വിക്കിപീഡിയൻ്റെ ടാബ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞുതരാം. അണ്ണൻ ഇവിടെ തന്നെ ഓൾറെഡി അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അതാണില്ല, ഇത് HNDK സപ്പോർട്ട്. ഞാൻ ഇതേ അവസരം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഇതിന് ലെങ്ത്ത് കൂടും, അതുകൊണ്ട് വേഗം പറഞ്ഞു നിർത്തിയിട്ട് പോവാം. നിങ്ങൾ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ, ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ഓപ്പൺ ചെയ്ത് ഇവിടെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോപ്പൈലറ്റിൻ്റെ മോഡ് ഓപ്ഷൻ, അത് ഒരു എക്സ്ട്രാ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. നേരെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും താഴെ ഇന്നോവേഷൻ ഉണ്ട്, ഇവിടെ കോപ്പൈലറ്റ് മോഡ് ഉണ്ടാവും. ഈ മോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ഡ്രിവൺ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി നടക്കുക. പിന്നെ പോരാതെ ഇത് മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് ഇത് അനലൈസ് ചെയ്യുന്നതും കൂടി ഉണ്ട് ഡാറ്റ. അതും ഫസ്റ്റ് ഓർമ്മിച്ച് വെച്ചു. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അതും ഇതുള്ള പ്രോപ്പർ ഇത് ഡിഫറൻസ്. സോ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിനോട് നിങ്ങൾക്ക് സംസാരിച്ച് യൂസ് ചെയ്യാം. മീൻസ് നിങ്ങൾക്ക് ഒരു ലൈവ് ബ്രൗസിങ് എക്സ്പീരിയൻസ് ഈ കോമറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പ്ലീസ് ഓപ്പൺ യൂട്യൂബ്. കണ്ട അപ്പോഴന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് ഇതിപ്പോൾ നിങ്ങൾ ആ യൂട്യൂബിൻ്റെ ടാബ് ഓപ്പൺ ആയി വരുന്നത്. ഇനി ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനോട് പറഞ്ഞാൽ മതി, അപ്പോൾ അത് ക്ലോസ് ചെയ്ത് തരും.
അങ്ങനെ ഒരു ലൈവ് എക്സ്പീരിയൻസ് ബ്രൗസിങ് നിങ്ങൾക്ക് കോമറ്റ് പ്രോപ്പറായിട്ട് തരുന്നുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോമറ്റിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രോമും ഇത് മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജെല്ലാം നോക്കുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇഷ്ടം പോലെ ടാബ് തുറന്നു വെച്ച് ഈ ടാബെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ടാബായിട്ടാണ് എന്ത് ചെയ്യുക, ഈ ക്രോമും മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജും കണക്കാക്കുക. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് ഈടാന്ന് വെച്ചാൽ ക്രോമറ്റിലേക്ക് വരുന്ന സമയം ഇതെല്ലാം ഇൻഡിവിജ്വൽ ടാബായിട്ടല്ല ഇത് സെറ്റ് ചെയ്യുക. ഇത് പ്രോപ്പറായിട്ട് എല്ലാ ടാബിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ടാബ് സെറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇഷ്ടം പോലെ ടോപ്പിക്ക് ഇവിടെ ഓപ്പൺ ആക്കി വെച്ച് ആ ടോപ്പിക്കിന് ജസ്റ്റ് ഈ നമ്മൾ സെർച്ച് ചെയ്യുമ്പം തന്നെ അനലൈസ് ചെയ്യും നമുക്ക് വേണ്ടുന്നത് നമ്മൾ ഉദ്ദേശിച്ച സെർച്ചിങ് പോയിൻറ്റിൻ്റെ ഇമോഷണൽ ലെവലിൽ ഈ സാധനം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇത് നിങ്ങൾക്ക് തരും. ആൻസർ അതിൻ്റെ കീ പോയിൻറ്റ്സ് കൃത്യം തരും. അതാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇത് ആക്റ്റീവ് ബ്രൗസിങ് എക്സ്പീരിയൻസ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എജൻറ്റിക് എ സപ്പോർട്ട് ചെയ്യുന്നത്. എജൻറ്റിക് എ എന്താണെന്ന് അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ വായിച്ചോ. ഓൾറെഡി 5 മിനിറ്റായി. ഇനി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുക നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ബ്രൗസറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രോപ്പറായി മനസ്സിലാക്കിയിട്ട് നമുക്ക് തരുന്ന ഔട്ട്പുട്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരും, ചിലവർക്കുള്ള സംശയം എല്ലാവർക്കും ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി ക്രോമും മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജെല്ലാം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ക്രോം എക്സ്റ്റൻഷനിലാണ് ഇതിൻ്റെ അകത്തുള്ള. അപ്പോൾ അതെനിക്ക് മിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ എൻ്റെ ബുക്ക് മാർക്കും കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ അക്കൗണ്ട് വെച്ച് ഇപ്പോൾ സൈൻ ഇൻ ചെയ്താൽ നിങ്ങളെ ബുക്ക് മാർക്കും എല്ലാ സാധനവും ഇപ്പുറത്തേക്ക് വരും, പേടിക്കണ്ട. പിന്നെ ആ എഡ്ജിൽ നിന്ന് ക്രോമിൽ നിന്ന് നിങ്ങൾക്ക് എഡ്ജിലേക്ക് എടുക്കണമെങ്കിൽ സെയിം തിങ് തന്നെയാണ്. അതിൻ്റെ അകത്ത് എഡ്ജിനൊരു സ്പെസിഫിക് ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തേക്ക് ഫുൾ നിങ്ങളെ എക്സ്റ്റൻഷനും നിങ്ങളെ എല്ലാ ബുക്ക് മാർക്സും ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. സോ എല്ലാം കൊണ്ട് നോക്കി നിങ്ങൾ ഇതൊരു കിട്ടില്ല ബ്രൗസർ തന്നെയാണ്, അതായത് വലിയ സംശയമൊന്നുമില്ല. ഇതിപ്പോൾ കറൻ്റ്ലി ചോദിച്ചാൽ 1 മാസം ഫ്രീ കിട്ടും. നിങ്ങൾ അവരെ വെബ്സൈറ്റിൽ പോയി ഓൾറെഡി നിങ്ങൾ പെർപ്ലക്സിറ്റിൻ്റെ പ്രോ എടുത്തതാണെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീ ആയിരിക്കും. അല്ല മീൻസ് എല്ലാം ആക്സസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ അകത്ത് നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്ന സമയം ആഡ്സ് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഇത് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബഗ് ഉണ്ട്. ഇൻ റിയാലിറ്റി ഞാൻ പറയുന്നത് ഈ കോമറ്റിൽ കുറച്ച് ബഗ്സ് വരുന്നുണ്ട്. ഏരിയ നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ എല്ലാം പ്ലേ ചെയ്യുന്ന സമയം പെട്ടെന്ന് ഫ്രീസ് ആവും. അതിൻ്റെ അപ്പോൾ തന്നെ അത് ആക്റ്റീവ് ആവും. വേറെ പ്രശ്നമില്ല, ചില ടൈംസ് ഇത് ഫ്രീസ് ആകുന്നുണ്ട്. ഞാൻ ഇതേ സമയം എഡ്ജിൽ ഞാൻ ആ സമയം തന്നെ വെച്ചോക്കെ, ബട്ട് എഡ്ജിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, ക്രോമിലും സംഭവിക്കുന്നില്ല. ബട്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ കോമറ്റ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അസൈൻമെൻ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷനായത്. അപ്പോൾ ഓക്കെ, ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. പിന്നെ നിങ്ങൾക്ക് കോമറ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അതും കൂടി കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സി യു, ഗുഡ് ബൈ. എന്നാൽ ഓക്കേടാ.